ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ 2 മാസത്തെ വെക്കേഷന് ശേഷം നമ്മളിതാ വീണ്ടും ഒമാനിലേക്ക് യാത്രയാകുകയാണ്. രാവിലെ മുതലുള്ള വീഡിയോ ഒക്കെ എടുത്ത് വെക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എങ്കിലും എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ നല്ല മഴയും നല്ല ട്രാഫിക്കും. അങ്ങനെ വേജാറായിട്ടാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് 1 മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റാണെന്ന്. അപ്പോൾ കുറച്ചൊരാശ്വാസം. എന്നാലോ ആ ആശ്വാസത്തിനെ മറികടക്കാൻ വേണ്ടി 8ൻ്റെ പണി അപ്പം അവിടെ തന്നെ കിട്ടി. അതായത് നമുക്ക് 2 പേർക്കും ID ഉണ്ട്, അവിടെ വിസ സ്റ്റാമ്പ് ചെയ്ത ID ഉണ്ട്. പക്ഷേ മോൾക്ക് അത് പാസ്പോർട്ടിലാണ് സ്റ്റാമ്പ് ചെയ്തത്. അപ്പോൾ അത് പറ്റൂല, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ അവിടെ കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ പോയത്. ആ സമയത്ത് അവർ ID ഒന്നും ആ പേപ്പറും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഈ പ്രാവശ്യം അവർ പെട്ടെന്ന് ചോദിച്ചപ്പം നമ്മളാകെ കുടുങ്ങി എന്നുള്ള അവസ്ഥയിലായിരുന്നു. ആകെ ടെൻഷനും ആയി. അപ്പോഴാണ് നമ്മൾ വീണ്ടും ആ സത്യം മനസ്സിലാക്കുന്നത്, ഫ്ലൈറ്റ് 1 മണിക്കൂർ കൂടി ലേറ്റാണെന്ന്. അതുകൊണ്ട് കുറച്ച് സമാധാനം. അങ്ങനെ അച്ഛൻ വേഗം സ്പോൺസറൊക്കെ വിളിച്ച് എല്ലാം സെറ്റാക്കി. അങ്ങനെ നമ്മളിതാ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിനുള്ള കുറച്ചൊരു സ്റ്റൈലാക്കലും കൂടി ഉണ്ട് എനിക്ക്. അത് വേറെ കാര്യം. കണ്ടോ, ആനക്കുട്ടി പോലെ ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. വരുമ്പോൾ നല്ല വർക്കൗട്ടും ഡയറ്റൊക്കെ ചെയ്ത് മെലിഞ്ഞ് വരും. പോകുമ്പോൾ ഇവിടുന്ന് നല്ല ഭക്ഷണം കഴിച്ച് ആനക്കുട്ടി പോലെ തിരിച്ചു പോകും. അതാണ് എൻ്റെ പോളിസി. അമ്മയും മോളും മാച്ചൊക്കെ ആക്കിയിട്ട്. അങ്ങനെ ബോർഡിങ്ങിന് ശേഷം നമ്മൾ നേരെ പോയത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അങ്ങനെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഫ്ലൈറ്റ് 2 മണിക്കൂർ നേരം വൈകിയത് കൊണ്ട് പാസഞ്ചേഴ്സിന് ഫുഡ് അവർ സെറ്റാക്കിയിട്ടുണ്ടെന്ന്. സാധാരണ എയർ ഇന്ത്യയിൽ ഒന്നും കിട്ടാറില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങോട്ട് വരുമ്പോഴും പച്ച വെള്ളം മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്നുള്ള ആ ബോക്സ് തുറന്ന കാര്യമാണ് കാണുന്നത്. ഒരു സാൻഡ്വിച്ച്, ഒരു കേക്ക്, പിന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്, അതാണ് അതിലുണ്ടായിരുന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വസ്തുനാവാത്ത ഒരു സാൻഡ്വിച്ചായിരുന്നു. അവരെന്തിനാണ് ഇത് തന്നതെന്നറിയില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ടെൻഷൻ കാരണം ഒന്നും കഴിക്കാതെ വന്നത് കൊണ്ടും പിന്നെ വിശപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ടും ഞാൻ കഴിച്ചു. ജാനി കഴിച്ചിട്ടില്ല. ജാനീൻ്റെത് കൂടി ഞാൻ കഴിച്ചു. എന്ത് ചെയ്യാനാ, ഫുഡല്ലേ, ടേസ്റ്റാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇത് എന്തിനാണ് ഇവർ തന്നത് എന്നൊക്കെ. എന്നിട്ടോ അത് ഫുള്ള് ഞാൻ തന്നെ തിന്നു. അങ്ങനെ അതിന് ശേഷം നമ്മളിതാ ഫ്ലൈറ്റ് കയറി. ആ ചെക്കനെ കണ്ടോ, അവിടെ നിൽക്കുന്ന ടൈയൊക്കെ ഇട്ടിട്ട്, അവൻ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ എയർ ഇന്ത്യയിലുള്ളത്. അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തോ ഒരു അവലക്ഷണമുണ്ടെന്ന്. അതുപോലെ തന്നെ അവസാനം സംഭവിച്ചു. അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റ് കയറി. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല പ്രഹസനം മാത്രം എന്ന് പറയാലോ. അങ്ങനെ നമ്മൾ 3.5 മണിക്കൂറിന് ശേഷം മസ്കറ്റ് എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നു. അതിനിടയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ 3.5 മണിക്കൂറിന് ശേഷം നമ്മൾ മസ്കറ്റിലേക്ക് ഇറങ്ങുന്നു. മസ്കറ്റ് എയർപോർട്ട് നല്ല അടിപൊളി എയർപോർട്ടാണ് മസ്കറ്റ് എയർപോർട്ട്. അങ്ങനെ അവിടെ ഇറങ്ങിയതിന് ശേഷം ഒരു ഉഷാറില്ലാതെയാണ് നടക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഫ്ലൈറ്റിലിരുന്നിട്ട് ചെവി പണിയായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കും മോൾക്കും ഉണ്ടാവലുണ്ട് ചെവി വേദന. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചു പോകുമ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഇതേ ഫ്ലൈറ്റ് തന്നെ ഇതേ ആൾക്കാർ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. ആൾക്കാർ മീൻസ് ഉദ്ദേശിച്ചത് എയർ ഹോസ്റ്റസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഈ പ്രാവശ്യവും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഒരു വിഷമത്തോടു കൂടിയാണ് നടക്കുന്നത്. കാരണം നടക്കാനൊന്നും പറ്റുന്നില്ല. ചെവി വേദന എടുത്തിട്ട് സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ആൾക്കാരൊന്നും പറയുന്നൊന്നും, ചെവിയിലൊരു പീ എന്നുള്ള സൗണ്ട് മാത്രം. അപ്പോൾ ഏട്ടനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാലും വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നതിന് കുറവൊന്നുമില്ലായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയ്ക്ക് പോസ് ചെയ്തും കൊണ്ട് നിൽക്കുക അറിയാത്ത മാതിരി ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനൊരു സംവിധാനത്തിലാണ് നമ്മൾ കയറിയത്. ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടിലെ എസ്കലേറ്റർമാർ തന്നെ ഉള്ള സംഭവമാണ് ഇവിടെ ഉണ്ടത്. അങ്ങനെ നമ്മൾ മസ്കറ്റ് എയർപോർട്ടിലൂടെ ഇങ്ങനെ